وما أصابكم يوم التقى الجمعان فبإذن الله وليعلم الذين نافقوا وقيل لهم تعالوا قاتلوا في سبيل الله أو ادفعوا قالوا لو نعلم قتالا لاتبعناكم هم للكفر يومئذ أقرب منهم للإيمان يقولون بأفواههم ما ليس في قلوبهم والله أعلم بما يكتمون الذين قالوا لإخوانهم وقعدوا لو أطاعونا ما قتلوا قل فادرءوا عن أنفسكم الموت إن كنتم صادقين وما أصابكم يوم التقى الجمعان രണ്ട് സൈന്യങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയ ദിവസം നിങ്ങൾക്ക് ബാധിച്ച നാശനഷ്ടങ്ങൾ ഫബിഇദ്നില്ലാഹ് അല്ലാഹുവിന്റെ അനുമതി പ്രകാരം തന്നെയാണ് നടന്നിട്ടുള്ളത്. വലിയഅലമൽ മുഅ്മിനീൻ അല്ലാഹു സത്യവിശ്വാസികളെ മനസ്സിലാക്കാനും വലിയഅലമല്ലദീന നാഫഖൂ കപടന്മാരെ തിരിച്ചറിയാനും വേണ്ടിയുമാണ്. وقيل لهم تعالوا قاتلوا في سبيل الله أو ادفعوا ആ കപടന്മാരോട് പറയപ്പെട്ടു വരിക, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുകയോ അല്ലെങ്കിൽ പ്രതിരോധിക്കുകയോ ചെയ്യുക എന്ന് പറയപ്പെട്ടു. قالوا لو نعلم قتالا لاتبعناكم അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ശരിയായ പോരാട്ടത്തെ കണ്ടിരുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുമായിരുന്നു. ഹും ലിൽ കുഫ്രി യൗമഇദിൻ അഖറബു മിൻഹും ലിൽ ഈമാൻ അവർ അന്നേ ദിവസം സത്യവിശ്വാസത്തെക്കാളും കൂടുതൽ അടുത്തത് നിഷേധത്തിലേക്കാണ്. യഖൂലൂന ബിഅഫ്വാഹിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം അവരുടെ മനസ്സിലില്ലാത്ത കാര്യം അവർ വായ കൊണ്ട് പറയുന്നു. വല്ലാഹു അഅലമു ബിമാ യക്തുമൂൻ അവർ മറച്ചു വച്ചിരിക്കുന്ന കാര്യം അല്ലാഹു നന്നായി അറിയുന്നവനാണ്. അല്ലദീന ഖാലൂ ലിഇഖ്വാനിഹിം അവർ അവരുടെ സഹോദരങ്ങളെ കുറിച്ച് പറഞ്ഞു. വഖഅദൂ അവർ മാറിയിരിക്കുകയും ചെയ്തു. അതിനോടൊപ്പം അവരുടെ സഹോദരങ്ങളെ കുറിച്ച് പറഞ്ഞു. ലൗ അതാഊനാ മാ ഖുതിലൂ അവർ ഞങ്ങളെ വഴിപ്പെട്ടിരുന്നുവെങ്കിൽ അവർ കൊല്ലപ്പെടുകയില്ലായിരുന്നു. ഖുൽ ഫദ്റഊ അൻ അൻഫുസികുമുൽ മൗത്ത് പറയുക, നിങ്ങൾ നിങ്ങളെ തൊട്ടും മരണത്തെ തടയുക. ഇൻ കുൻതും സ്വാദിഖീൻ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ ഉഹദ് യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങളുടെ തത്വങ്ങളും അതിലടങ്ങിയിരിക്കുന്ന ചില പ്രധാനപ്പെട്ട പാഠങ്ങളും വിവരിക്കുകയാണ്. പ്രത്യേകിച്ചും
ഈ സംഭവത്തിന് ശേഷം മുനാഫിക്കുകൾ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. അവർ ഇതിനെക്കുറിച്ച് വിവിധങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞു. അല്ലാഹു തആല അതിനുള്ള മറുപടികൾ കൂടിയാണ് ഈ ആയത്തുകളിൽ നൽകിയിരിക്കുന്നത്. വമാ അസ്വാബകും യൗമൽ തഖൽ ജംആൻ, രണ്ടു കൂട്ടം ആളുകൾ പരസ്പരം കണ്ടുമുട്ടിയ സമയം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ സത്യവിശ്വാസികളും അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്ക നിഷേധികളും ഉഹദിന്റെ രണാങ്കണത്തിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടിയ ദിവസം നിങ്ങൾക്ക് ചില നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ആ നാശനഷ്ടങ്ങളെല്ലാം അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം മാത്രമാണ്. അതിന് ചില കാരണങ്ങളൊക്കെയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നാശനഷ്ടങ്ങൾ നൽകിയത് അല്ലാഹുവാണ്, പടച്ചവനാണ് അത് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ഉപകാരങ്ങളും എല്ലാ ഉപദ്രവങ്ങളും അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണെന്ന് നന്നായി നിങ്ങൾ മനസ്സിലാക്കണം. ഫബിഇദ്നില്ലാഹി വലിയഅലമൽ മുഅ്മിനീൻ വലിയഅലമല്ലദീന നാഫഖൂ. അതുപോലെ പടച്ചവൻ സത്യവിശ്വാസികളെയും കപടന്മാരെയും പരസ്പരം തിരിച്ചറിഞ്ഞ് ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കാനും വേണ്ടിയാണ് അല്ലാഹു ഇങ്ങനെ നടത്തിയത്. ഈ നാശനഷ്ടങ്ങളിൽ ധാരാളം ഗുണങ്ങളുണ്ട്. അത് മറ്റു പല ആയത്തുകളിലും പറഞ്ഞു. പ്രത്യേകമായ മറ്റൊരു കാര്യം, ഈ നാശനഷ്ടങ്ങളുടെ പേരിൽ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു വിവേചന രേഖ ഉണ്ടായിത്തീരും. സത്യവിശ്വാസികൾ ഇതിലടങ്ങിയിരിക്കുന്ന നാശനഷ്ടങ്ങളെ മനസ്സിലാക്കി അവരുടെ ജീവിതത്തെ അവർ കൂടുതൽ നന്നാക്കും. എന്നാൽ കപടന്മാർ ഈ സമയത്ത് അവരിൽ നിന്ന് മോശമായ പല വാക്കുകളും ഉണ്ടാകും. ഇതിലൂടെ ആരാണ് സത്യവിശ്വാസി, ആരാണ് നിഷേധി എന്ന് വ്യക്തമാക്കാൻ സാധിക്കും. وقيل لهم تعالوا قاتلوا في سبيل الله أو ادفعوا. അവരോട് പറയപ്പെട്ടു, സഹോദരങ്ങൾ നിങ്ങൾ വരും ഞങ്ങളുടെ കൂട്ടത്തിൽ, എന്നിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടി വിജയം ലഭിച്ചാലും നിങ്ങൾക്ക് നന്മയാണ്, എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് നന്മയാണ്. അതുകൊണ്ട് പടച്ചവന്റെ പാതയിൽ പോരാടിൻ എന്നവരോട് പറയപ്പെട്ടു. അപ്പോൾ ഖാലൂ ലൗ നഅലമു ഖിതാലൻ ലത്തബഅനാകും, അവർ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് പോരാട്ടമൊന്നുമല്ല, ഇത് ആത്മഹത്യ ചെയ്യാൻ പോകുകയാണ്. ഇന്നും ഇത്തരം വാക്കുകൾ പലരിൽ നിന്നും ഉണ്ടാകും. ദീനിന്റെ മാർഗത്തിലുള്ള പരിശ്രമം ശരിയായ ഉദ്ദേശത്തിലും ശരിയായ ലക്ഷ്യത്തിലുമാണോ, അതുപോലെ അത് ശരിയായ മാർഗത്തിലാണോ, പരസ്പരം കൂടിയാലോചിച്ച് നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ശരിയായ രീതിയിലാണോ, ഈ രണ്ട് കാര്യങ്ങളാണ് ദീനിന്റെ പരിശ്രമത്തിൽ നോക്കാനുള്ളത്. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ശരി, ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്നില്ലെങ്കിൽ തെറ്റ്. പക്ഷേ മുനാഫിക്കുകളുടെ കാഴ്ചപ്പാടെന്താണ്? ബാഹ്യമായ വിജയം ലഭിച്ചാൽ മാത്രം വിജയം, അതല്ലാത്തതെല്ലാം പരാജയം, നഷ്ടം. ഖാലൂ ലൗ നഅലമു ഖിതാലൻ ലത്തബഅനാകും. ഇത് വല്ല യുദ്ധവുമാണോ? ശത്രുക്കളുടെ എണ്ണം നോക്കിക്കേ, നിങ്ങളെക്കാളും 3 ഇരട്ടി
അവരുടെ കയ്യിൽ ആയുധങ്ങളുമുണ്ട്. നിങ്ങൾ അങ്ങോട്ടെന്തിനു പോകുന്നു? ഇത് യുദ്ധമൊന്നുമല്ല, ആത്മഹത്യയാണ്. അഥവാ ശരിയായ യുദ്ധം വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂട്ടത്തിൽ കാണുമായിരുന്നു. ഹും ലിൽ കുഫ്രി യൗമഇദിൻ അഖറബു മിൻഹും ലിൽ ഈമാൻ. അല്ലാഹു പറയുന്നു, ഈ കപടന്മാർ സത്യവിശ്വാസത്തെക്കാളും ഇന്നേ ദിവസം മടുത്തിരിക്കുന്നത് നിഷേധത്തിലേക്കാണ്. മോശമായ വാക്കുകൾ പറയുന്നത് വളരെ സൂക്ഷിക്കണം. യഖൂലൂന ബിഅഫ്വാഹിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം. അവരുടെ മനസ്സിലില്ലാത്ത കാര്യങ്ങളാണ് അവർ നാവുകൊണ്ട് പറയുന്നത്. ഇപ്രകാരം പറയുന്നത് സത്യവിശ്വാസികളോടുള്ള സ്നേഹമോ കാരുണ്യമോ കൊണ്ടൊന്നുമല്ല, വെറുതെ ഇതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയുള്ള ദുർന്യായങ്ങൾ മാത്രമാണ്. വല്ലാഹു അഅലമു ബിമാ യക്തുമൂൻ. ഇവർ മറച്ചു വച്ചിരിക്കുന്ന കാര്യം പടച്ചവൻ നന്നായി അറിയുന്നുണ്ട്. വീണ്ടും അവരെ പറ്റി പറയും. നോക്കി, ഖുർആൻ കപടന്മാരെ പറ്റി പറയുമ്പോൾ അതിശക്തമായ ഭാഷണമാണ്. الذين قالوا لإخوانهم وقعدوا لو أطاعونا ما قتلوا. അവർ യുദ്ധത്തിൽ പങ്കെടുക്കാതെ അതിനെപ്പറ്റി വലിയ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും ചെയ്യത്തില്ല. അഭിപ്രായങ്ങളാകട്ടെ വലിയ അഭിപ്രായങ്ങൾ. الذين قالوا لإخوانهم, അവരുടെ അടുത്തവരായ അവരുമായി പലതരത്തിലും ബന്ധമുള്ള സഹോദരങ്ങളെക്കുറിച്ച് അവർ സത്യത്തിന്റെ സരണിയിൽ കൊല്ലപ്പെടുമ്പോൾ ഇവർ പറയുന്നു, ഒന്നും ചെയ്തിട്ടില്ല, സഹായിച്ചിട്ടില്ല, സഹകരിച്ചിട്ടില്ല എന്നല്ല, കഴിവിന്റെ പരമാവധി അവരെ ബുദ്ധിമുട്ടിച്ചു. എന്നിട്ടവർ പറയും, ലൗ അതാഊനാ മാ ഖുതിലൂ, ഞങ്ങൾ പറഞ്ഞതവർ കേട്ടിരുന്നുവെങ്കിൽ അവരിങ്ങനെ കൊല്ലപ്പെടുകയില്ലായിരുന്നു. ഞങ്ങൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട് ഞങ്ങൾ തിരികെ വന്നു, അതുപോലെ ഇവരും വന്നിരുന്നുവെങ്കിൽ ഇവർക്ക് ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുകയില്ലായിരുന്നു. ഖുൽ ഫദ്റഊ അൻ അൻഫുസികുമുൽ മൗത ഇൻ കുൻതും സാദിഖീൻ. നബിയെ പറയും, താങ്കൾ അവരോട് പറയും, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങളെ തൊട്ട് മരണത്തെ നിങ്ങളൊന്ന് തടഞ്ഞ് കാണിച്ചു തരും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഇതുപോലെ ചെയ്തിരുന്നുവെങ്കിൽ അവർ കൊല്ലപ്പെടുകയില്ലായിരുന്നു, ഇതുപോലെ ചെയ്തിരുന്നുവെങ്കിൽ വിജയിക്കുമായിരുന്നു എന്നെല്ലാം പറയുന്ന നിങ്ങളെ തൊട്ടും ഒന്ന് മരണത്തെ തടഞ്ഞ് നിങ്ങളുടെ കഴിവും സാമർഥ്യവും നിങ്ങളുടെ അഭിപ്രായത്തിന്റെ ആത്മാർത്ഥതയും നിങ്ങളൊന്ന് തെളിയിക്കാൻ അല്ലാഹു തആല പറയുന്നു. ചുരുക്കത്തിൽ പ്രയാസങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും യഥാർത്ഥ വിശ്വാസികളും അതുപോലെ കപടന്മാരും വേർതിരിയുന്നതാണ്. ഇതിന്റെ അർത്ഥം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ക്ഷണിച്ചു വരുത്തണമെന്നല്ല, അപകടത്തിലേക്ക് ചാടണമെന്നല്ല. നേരായ ലക്ഷ്യത്തിലും മാർഗത്തിലും സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അത് പടച്ചവന്റെ ഭാഗത്തു നിന്നുമുള്ളതാണെന്ന് മനസ്സിലാക്കി സഹനത മുറുകെ പിടിച്ച് അതിൽ നിന്നുള്ള പാഠങ്ങൾ പഠിച്ച് മുമ്പോട്ട് നീങ്ങണം. ഇതാണ് ആയത്തിന്റെ സന്ദേശം. അതുപോലെ തന്നെ നാശനഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നവരെ പറ്റി മോശമായ വർത്തമാനങ്ങൾ, അവരെയോ അവരുടെ കുടുംബത്തെയോ വേദനിപ്പിക്കുന്ന പദപ്രയോഗങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ പാടില്ലെന്നും അങ്ങനെ ചെയ്യുന്നത് മഹാമോശവും കാപട്യത്തിന്റെ അടയാളവുമാണെന്നും ഈ ആയത്ത് പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ശരിയായ മാർഗത്തിൽ പരിശ്രമിക്കാൻ, അതുപോലെ ജീവിതത്തെ സൂക്ഷ്മതയുള്ളതാക്കാൻ ഉദവി നൽകുമാറാകട്ടെ.